ഇപ്പം എൻ്റെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇത്രയും വേറെ ആൾക്കാർ ചെയ്തൊരു വർക്ക് പോലും നോക്കാതെ പോലും പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. തളരരുത്, കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. തീർച്ചയായിട്ടും ഈ സിനിമ ഇല്ലാതാക്കാനുള്ള പ്ലാനിങ് തന്നെയാണ് നടക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ടാർഗറ്റ് മാധവ് തന്നെയാണ്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഫ്രട്ടേണിറ്റിയിലുള്ള സിനിമാക്കാരോട് എനിക്ക് ഒന്ന് എടുത്തു പറയാനുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് കാലത്തിന്റെ മാറ്റമാണ്. നമ്മൾ ഫാൻസിനെ അംഗീകരിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ക്രിട്ടിക്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ചതി അല്ല ജയ, വിധിയ. അല്ലാതെ അദ്ദേഹം റിവ്യൂ ഇടുന്നുണ്ടോ അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് യാതൊരുവിധ ഇതുമില്ല, എതിർപ്പില്ല. എനിക്കിത് കിട്ടണം. നിന്റെ ഇച്ചിച്ച് വരെ കോരിയവനാണ് ആയിക്കോട്ടെ. ഫാൻസിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രിട്ടിക്സിനെ ഈ കാലത്ത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. തട്ടാനായി ജനിച്ച എന്റെ മനസ്സിന്റെ തട്ടലും മുട്ടലും തനിക്ക് മനസ്സിലാവില്ലടോ. ഭയങ്കര it doesn't sound like criticism or a negative review. വാചകം പിടിച്ച് അണ്ണാക്കിലെ വെള്ളം പറ്റിക്കാതെ മറിയണം. ഭയങ്കരമായിട്ട് അവഹേളിക്കുന്ന പോലെയാണ് പറഞ്ഞു കളയുന്നത്. നാണം ഉണ്ടാടാ പട്ടിയെ പോലെ വാങ്ങാൻ വാണമേ. അതിൽ ഇത്തരം ആൾക്കാരെ കൃത്യമായിട്ട് നമ്മൾ നല്ല സിനിമ ചെയ്ത് വായടപ്പിക്കുക എന്നല്ലാതെ. താൻ പണ്ടേതോ സ്കൂൾ നാടകങ്ങളിൽ ക്ഷയരോഗിയുടെയും കുഷ്ഠരോഗിയുടെയും വേഷം കെട്ടി ബെസ്റ്റ് ആക്ടറായെന്ന് കരുതി അതാണോ സിനിമ അഭിനയം? കുറേ പഠിക്കേണ്ടതുണ്ട്. അത് ഞാൻ പഠിച്ചൊരു ബെറ്റർ ആക്ടർ ആവാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. അതിലെനിക്ക് സിനിമയിലൂടെ പറ്റത്തുള്ളൂ. തനിക്ക് നല്ലൊരു വേഷം കിട്ടുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായിരിക്കും. അപ്പൊ തന്നെ അശ്വന്തിനെ വിളിച്ചിട്ട് വധഭീഷണി മുഴക്കുകയും തല്ലുകയും ചെയ്യുമെന്ന് പറയുന്ന എന്റെ ഫ്രട്ടേണിറ്റിക്ക് അകത്തുള്ള സിനിമാക്കാരോട് എനിക്ക് പറയുന്നത് അതും ശുദ്ധ ബോധത്തരം തന്നെയാണ്. ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.